നൗ എക്സ്പ്ലെയിൻ ദ സോഴ്സസ് ഓഫ് ലോ. ഇനി ഈ ലോകൾ എവിടുന്നാ വരുന്നത്, എവിടെയാണ് ലോൻ്റെ വീട്, എവിടുന്നാണ് അത് ഉണ്ടാവുന്നത്, അതിൻ്റെ ഉത്ബോധനം എവിടെ നിന്നാണ് എന്നുള്ള ചോദ്യമാണ്. സോ ദ മെയിൻ സോഴ്സസ് ഓഫ് ലോ ഇൻ ഇന്ത്യ ആർ. സോ ദ മെയിൻ സോഴ്സസ് ഓഫ് ലോ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് മെയിൻ സോഴ്സസ്? ഒന്ന് മെയിൻ സോഴ്സസ് ആണ് കേട്ടോ. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഈസ് ഭരണഘടന. അതാണ് ശരിക്കും, അവിടെ നിന്നാണ് ശരിക്കും ലോ ഉണ്ടാവുന്നത്. ദ മദർ ഓഫ് ലോ എന്നറിയപ്പെടുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നത്താണ് ദ സ്റ്റാറ്റ്യൂട്ട്സ് ഓർ ദ ലോസ് മെയ്ഡ് ബൈ ദി പാർലമെൻറ്റ്. അപ്പം സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? ലോസ് മെയ്ഡ് ബൈ ദ പാർലമെൻ്റ് ആണ്. അതായത് പാർലമെൻറ്റ് ഉണ്ടാക്കുന്ന നിയമങ്ങളെയാണ് സ്റ്റാറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ജഡ്ജ്മെൻറ്റ് ക്യാൻ ഓവർ റൈഡ് ദ കോമൺ ലോ ബട്ട് ഇറ്റ് കെൻ നോട്ട് ഓവർ റൈഡ് എ സ്റ്റാറ്റ്യൂട്ട് എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അത് തന്നെയാണ്, ആ സ്റ്റാറ്റ്യൂട്ട് തന്നെയാണ് ഇവനും. ദ സ്റ്റാറ്റ്യൂട്ട്സ് ഓർ ലോസ് മെയ്ഡ് ബൈ ദ പാർലമെൻറ്റ് ആൻഡ് ദ സ്റ്റേറ്റ് അസംബ്ലീസ്. അതായത് പാർലമെൻറ്റും അതുപോലെ തന്നെ സ്റ്റേറ്റ് അസംബ്ലീസും ഉണ്ട്. നിയമസഭയെയാണ് സ്റ്റേറ്റ് അസംബ്ലീസ് എന്ന് പറയുന്നത്. കണ്ടോ, നിയമസഭ. അപ്പം നിയമം ഉണ്ടാവുന്നത് എവിടെ നിന്നാണ്? ഈ സഭയിൽ നിന്നാണ്. ഓരോ സ്റ്റേറ്റിലും ഉണ്ടാവും ഓരോ അസംബ്ലീസ്. അതാണ്, അതും പാർലമെൻറ്റും ഇവർ രണ്ടുപേരും ഉണ്ടാക്കുന്ന ലോകൾ ഉണ്ടാവുമല്ലോ, മെയ്ഡ് ചെയ്യുന്ന ലോകൾ ഉണ്ടാവുമല്ലോ, അതിൻ്റെ മറ്റൊരു പേരാണ് ദ സ്റ്റാറ്റ്യൂട്ട്സ്. അപ്പം അതുവഴിയും പാർലമെൻറ്റും സ്റ്റേറ്റ് അസംബ്ലീസും അവിടെ നിന്നും ലോ വരുന്നുണ്ട്. പിന്നെ ലോ എവിടെ നിന്നാണ് ഉണ്ടാവുന്നത് പ്രസിഡൻസ് ഓർ ദ ജുഡീഷ്യൽ ഡിസിഷൻസ് ഓഫ് വാരിയസ് കോർട്സ്. അതിന് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കോമൺ ലോ, അല്ലെങ്കിൽ കേസ് ലോ, അല്ലെങ്കിൽ ജുഡീഷ്യൽ പ്രസിഡൻറ്റ്, അല്ലെങ്കിൽ ജുഡീഷ്യൽ ഡിസിഷൻസ്. ഫേമസ് കോർട്ട് കേസസ് ഇല്ലേ, ബാൽഫർ വേഴ്സസ് ബാൽഫർ, അതൊക്കെ എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ പറഞ്ഞില്ലേ, ഒരു വട്ടം ഒരു ക്രൈം നടന്നു, അപ്പോൾ അന്ന് ഇന്നൊരു ശിക്ഷ വിധിച്ചു, അതേ ശിക്ഷ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് വരികയാണ്. അങ്ങനത്തെ അതേ സിമിലർ കേസ് വരുന്നതിന് അതിനെയാണ് കേസ് വരുമ്പോൾ അതിനെയാണ് കോമൺ ലോ എന്ന് പറയുന്നത്. അതായത് പ്രസിഡൻസ്. അപ്പോൾ അപ്പോഴും എന്താണ്, ഒരു പുതിയ നിയമം അവിടെ വരികയല്ലേ, അല്ലേ? അത് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു എന്നുള്ളൂ. കോമൺ ലോ എന്ന് പറഞ്ഞാൽ പ്രസിഡൻസ് ഓർ ദ ജുഡീഷ്യൽ ഡിസിഷൻസ് ഓഫ് വാരിയസ്. അത് പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടും അത് മനസ്സിലാക്കാനും വേണ്ടിയിട്ടും ഇങ്ങനെ ഓരോ കേസസുകൾ, ഫേമസ് കേസുകൾ, എസ്റ്റാബ്ലിഷ്ഡ് കസ്റ്റംസ് ആൻഡ് യൂസേജസ്, അതായത് പിന്നെ നമുക്ക് എന്താ പറയാന്നറിയോ, പണ്ടനെ നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യുന്ന ഈ കോമൺ ലോ എന്ന് പറയുന്നത് കോർട്ടിലൊക്കെ ഒരു വട്ടം ഒരു കേസ് ഹെൽഡ് ചെയ്തു, ആ ഡിസിഷൻ തന്നെ പിന്നെ ഫോളോ ചെയ്ത് വരിക. ഇത് കോർട്ടിലൊന്നും ഹെൽഡ് ചെയ്യാണ്ട് തന്നെ സാധാരണ നമ്മൾ ഫോളോ ചെയ്യുന്ന കസ്റ്റംസും യൂസേജസും ഒക്കെ ഉണ്ടാവുമല്ലോ, അതാണ്. അങ്ങനെ നമുക്ക് ലോ വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെയും ലോ വരുന്നുണ്ട്. വൈഡ്ലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള പ്രാക്ടീസസ് ഉണ്ടാവുമല്ലോ, ലോങ് സ്റ്റാൻഡിങ് പ്രാക്ടീസസ്, അത് യൂണിഫോംലി എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും പാട്രിയോട്ടിക് സോങ് ആയിട്ടുള്ള നാഷണൽ ആന്തം 4 PM എന്തായാലും ഉണ്ടാവില്ലേ. അതുപോലെ തന്നെ നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഷൂസ് അഴിച്ചു മാറ്റണം എന്നുള്ളൊരു പ്രാക്ടീസ് ഇല്ലേ. അതുപോലെ തന്നെ യൂസേജ് എന്ന് പറഞ്ഞ ഹാബിറ്റൊക്കെ രീതിയിലാണ് വരുന്നത്. ഓക്കെ, അങ്ങനെ എന്തുണ്ട്, എല്ലാവരും വൈഡ്ലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള റൂൾസൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്, അതാണ് ഉദ്ദേശം. പിന്നെ ഇപ്പോൾ ട്രാഫിക് ഇതിന് നമ്മൾ എന്ത് ചെയ്യും, ഒരാൾ ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നമ്മൾ വണ്ടി ഒന്ന് സൈഡാക്കി കൊടുക്കില്ല, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യില്ലേ, ബ്രേക്ക് ചവിട്ടില്ലേ, അതൊക്കെയാണ് ഈ കസ്റ്റംസ് ആൻഡ് യൂസേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെയും ലോ വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നൗ വി ആർ മൂവിങ് ടു ദ ഫസ്റ്റത്തെ മെയിൻ സോഴ്സസ് ഓഫ് ലോ ഇൻ ഇന്ത്യ ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ. മസ്റ്റാണ്. എന്താണ് ഭരണഘടന എന്നൊക്കെ അറിയണ്ടേ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ബീങ് സോവറിൻ സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ ഒരു പ്രിയാമ്പിളൊക്കെ ഇല്ലേ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ. I learned it in my 8th standard. Okay, it is the basis and sources for all laws. അപ്പോൾ എന്താ പറഞ്ഞത്? It is the basis ആണ്. അതുപോലെ തന്നെ സോഴ്സാണ്. അതിൽ നിന്നാണ് എല്ലാ ലോകളും ഉണ്ടാവുന്നത്. സോഴ്സ് ഫോർ ഓൾ ലോസ്. സോ ഇറ്റ് ഈസ് ദ ബേസിസ് ആൻഡ് ദ സോഴ്സ് ഫോർ ഓൾ ലോസ്. എല്ലാ ലോസിൻ്റെയും ബേസിസും സോഴ്സും എന്ന് പറയുന്നത് എന്താണെന്ന് പറയുക, കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ഒന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബേസിസ് ആണ്, അതുപോലെ തന്നെ സോഴ്സ് ഫോർ ഓൾ ലോസ്. എല്ലാ ലോസിനും ഇതിൻ്റെ ഉറവിടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത് ഉണ്ടാവുന്നത് എവിടെ നിന്നാണ്, എല്ലാ ലോസും
നോ മാറ്റർ വാട്ട് എല്ലാ ലോസും ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അപ്പോൾ ബേസിസ് ആണ്, അതുപോലെ തന്നെ സോഴ്സ് ഫോർ ഓൾ ലോസ് ആണ്. ഒന്നുകൂടി പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബേസിസ് ആൻഡ് സോഴ്സ് ഫോർ ഓൾ ലോസ്. ഇറ്റ് ഈസ് കോൾഡ് മദർ ഓഫ് ഓൾ ലോസ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും മദറിൽ നിന്നല്ല ഉണ്ടാവുന്നത്, അതുപോലെ എല്ലാ ലോകളും ഉണ്ടാവുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. സോ ഇറ്റ് ഈസ് ദ ബേസിസ് ആൻഡ് സോഴ്സ് ഫോർ ഓൾ ദ ലോസ്. ഇറ്റ് ഈസ് കോൾഡ് ദ മദർ ഓഫ് ഓൾ ലോസ് ആൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ 1950. ഇതാണ് കേട്ടോ മെയിൻ. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എക്സ്ക്ലൂസീവായിട്ട് 1950 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ശരിക്കുള്ള ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തത് 1950 ഈസ് ദ ഫോർമോസ്റ്റ് ലോ. അതാണ് ഫോർമോസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഫസ്റ്റത്തെ ലോ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 എല്ലാ ആക്റ്റുകളുടെ അവസാനത്തിൽ ഇങ്ങനെ ആ ഒരു ഇയർ മെൻഷൻ ചെയ്യില്ലേ, അതേപോലെ തന്നെ ഇതും ആ ആക്ട് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും ലോ തന്നെ. അതേപോലെ തന്നെ ഇവിടെയും കണ്ടോ കോമയിട്ടിട്ടൊരു ഇയർ മെൻഷൻ ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇതൊരു ലോ തന്നെയാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ 1950 എന്ന് പറഞ്ഞത് ഒരു ലോ ആണ്. അത് ഏറ്റവും പണ്ടത്തെ ഏറ്റവും ഫസ്റ്റത്തെ ലോ ആണ്. ഇറ്റ്സ് ദ ഫോർമോസ്റ്റ് ലോ. ആ ലോ എന്താ ഡീൽ ചെയ്യുന്നത്? ദാറ്റ് ഡീൽസ് വിത്ത് ദ ഫ്രെയിം വർക്ക്. ദാറ്റ് ഡീൽസ് വിത്ത് വാട്ട്? ദ ഫ്രെയിം വർക്ക് ആണ് അത് ഡീൽ ചെയ്യുന്നത്. ദാറ്റ് ഡീൽസ് വിത്ത് ദ ഫ്രെയിം വർക്ക്. ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ പ്രിയാമ്പിൾ ഉണ്ട്, അതിലെല്ലാ ഇതും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഫോട്ടോ ഫ്രെയിം എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഉള്ളിൽ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ലോകളെല്ലാതും ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. ഐ മീൻ പവേഴ്സ്, ഡ്യൂട്ടീസ് ഓഫ് ദ ഗവൺമെൻറ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതും ആ പ്രിൻസിപ്പിൾസും എല്ലാതും പറഞ്ഞിട്ടുള്ളത് ഈ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. ഗവൺമെൻറ് നമ്മളെ ഭരിക്കുമെങ്കിൽ ഗവൺമെൻറ്റിനെ ഭരിക്കാരാന്നറിയോ? ഈ കോൺസ്റ്റിറ്റ്യൂഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഗവേൺസ് ദ ഗവൺമെൻറ്. ആ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഡെമോക്രസി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഡെമോക്രസിയെ നിയന്ത്രിക്കുന്ന ഒരു ഫ്രെയിം വർക്കാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണോ പറയുന്നത് അത് വിട്ടിട്ട് കടക്കൂല ഒന്നും. കോൺസ്റ്റിറ്റ്യൂഷൻ വിട്ട് കളിയില്ല വേറെ. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫ്രെയിം വർക്ക് എന്താണോ അതിലാണ് ഡെമോക്രസി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താ? ഡെമോക്രസി ഈസ് ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ടു ദ പീപ്പിൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പം ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക്. ജനാധിപത്യം എന്നല്ലേ ഡെമോക്രസിയുടെ മലയാളം? The Constitution of India 1950 is the foremost law that deals with the framework within which the democracy works. ഒന്നുകൂടി repeat after me. The Constitution of India 1950 is the foremost law that deals with the framework within which the democracy works. ഇതിപ്പോൾ ഞാൻ കാണാണ്ട പറഞ്ഞത്. ഇറ്റ് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ബൈ ഗിവിങ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇനി ഞാൻ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന 2 ഫങ്ഷൻസിനെ പറ്റിയാണ് പറയാൻ പോണത്. ഒന്ന് ഇറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷം കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് പറയുന്നത് അത് ലേസ് ഡൗണും ചെയ്യുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ? ഇറ്റ് പ്രൊവൈഡ് പ്രൊട്ടക്ഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഒരു സംരക്ഷണമാണ് തരുന്നത്. ബൈ ഗിവിങ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതായത് നമ്മളെ അവകാശങ്ങളെല്ലാം ഫണ്ടമെൻ്റൽ, വെറും റൈറ്റ്സ് അല്ല, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ബൈ ഗിവിങ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമുക്ക് തന്നുകൊണ്ടാണ്. അതായത് എന്താണോ ബേസിക്കായിട്ട് നമുക്ക് വേണ്ട, അതായത് അവകാശം, അതൊക്കെ നമുക്ക് തരുന്നുണ്ട്. അങ്ങനെ തന്നിട്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാണ്. അപ്പം ഇറ്റ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ബൈ ഗിവിങ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇറ്റ് ഓൾസോ ലേസ് ഡൗൺ, പിന്നെ അത് വീണ്ടും എഴുതിയും കൂടി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ്. വെറും ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് അല്ല, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് ദ ഗവൺമെൻറ്, ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. അപ്പം അതായത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും പവേഴ്സും ഓഫ് ഗവൺമെൻറ്റിൻ്റെ, സർക്കാരിൻ്റെ ഡ്യൂട്ടീസും പവേഴ്സും ആണ് അത് ലേസ് ഡൗൺ ചെയ്തിട്ടുള്ളത്. അത് ഏത് സർക്കാരിൻ്റെയാണ്? കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും
പിന്നെ ഒരു സ്റ്റേറ്റിൻ്റെയും സർക്കാരിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും ഡ്യൂട്ടികളും പവറുകളും എല്ലാം എഴുതി വെക്കപ്പെട്ടത് നമ്മളെ പ്രിയാമ്പിളിലാണ്. പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷനാണ്. സോ ഇറ്റ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ബൈ ഗിവിംഗ് ഫണ്ടമെൻ്റൽ റൈറ്റ്. ഇറ്റ് ഓൾസോ ലേസ് ഡൗൺ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് ദ ഗവൺമെൻറ് ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. അപ്പോൾ DP കേട്ടോ, DP ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് ഗവൺമെൻറ് ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. അപ്പോൾ ഒന്നും കൂടിയും പറഞ്ഞേ എന്തൊക്കെ ആ ഫങ്ഷൻസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്നത്. ഒന്ന് ഇറ്റ് പ്രൊവൈഡ്, ഒന്ന് ഇറ്റ് ലേസ് ഡൗൺ. അപ്പോൾ ഇറ്റ് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ബൈ ഗിവിംഗ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. പിന്നെ ഇറ്റ് ഓൾസോ ലേസ് ഡൗൺ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് ദ ഗവൺമെൻറ് ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. നെക്സ്റ്റ് പോയിൻ്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഗീവ്സ് ലോ മേക്കിംഗ് പവേഴ്സ് ടു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗവൺമെൻറ്റിൻ്റെ പവറുകളൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്ത് പവറാ? ഫണ്ടമെൻ്റൽ പവേഴ്സ് കേട്ടോ, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഫണ്ടമെൻ്റൽ പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആണ്. അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത റൈറ്റ്സ് ആണ്. അപ്പോൾ അതേപോലെ തന്നെ അപ്പോൾ അതിൽ പറഞ്ഞ ആ പവർ ഉണ്ടല്ലോ, അതെന്ന് വെച്ചാൽ എന്ത് പവറാ? എന്താണ് സർക്കാരിനുള്ള പവർ എന്നറിയോ? ഈ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് ലോ മേക്കിംഗ് പവറാണ് കൊടുത്തിട്ടുള്ളത്. എന്ത് പവറാണ് കൊടുത്തത്? ലോ മേക്കിംഗ് പവറാണ് കൊടുത്തിട്ടുള്ളത്. അതായത് നിയമം ഉണ്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റിന് ആ ഒരു പവർ കൊടുത്തിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ, ആ ഒരു അധികാരം കൊടുത്തിട്ടുണ്ട്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ ഗീവ്സ് ലോ മേക്കിംഗ് പവേഴ്സ് ടു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ ദീസ് മാനർ. അപ്പം ഏതൊക്കെ മാനറിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ലോ മേക്കിംഗ് പവർ സെൻട്രലിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും കൊടുത്തതെന്ന് പറഞ്ഞിട്ടേ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് 3 ലിസ്റ്റ്. 3 ലിസ്റ്റാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് 3 ലിസ്റ്റ്. എന്തുകൊണ്ടാണ് ഹാവ് 3 ലിസ്റ്റ് എന്ന് പറയാത്തതെന്ന് അറിയോ? ബിക്കോസ് സിംഗുലർ സബ്ജക്റ്റുകൾക്കൊക്കെ നമ്മൾ കഴിഞ്ഞാൽ ഹാസ് ആണ് ഉപയോഗിക്കുക. അതായത് ഹി, ഷീ, ഇറ്റിനൊക്കെ എപ്പോഴും ഹാസ് ആണ് ഉപയോഗിക്കുക. പക്ഷേ അയ്യു ദേവി ഉണ്ടാവുമല്ലോ, അയ്യു ദേവിക്കൊക്കെ അത് പ്ലൂറൽ സബ്ജക്റ്റാണ്, അതേ നമ്മൾ ഹാവ് ഉപയോഗിക്കുക. ഇത് ഒന്നുള്ളതുകൊണ്ട് സിംഗിൾ ആയതുകൊണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് 3 ലിസ്റ്റ് എന്നാണ് പറയാം. ഏതൊക്കെ ലിസ്റ്റുകളാണുള്ളത്? സെൻട്രൽ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, ജോയിൻറ്റ് ഓർ കൺകറൻറ്റ് ലിസ്റ്റ് ഉണ്ട്. അപ്പം സെൻട്രൽ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും ലോ മേക്കിംഗ് പവർ ഉണ്ടായിരിക്കുക. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ് അവിടെ ലോ മേക്കിംഗ് പവർ ഉണ്ടായിരിക്കുക. ജോയിൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടി കൈ കോർത്തുകൊണ്ട് കൺകറൻ്റ് ആയിക്കൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങളും പവറുകളും ലോകളും ആയിരിക്കും. ഡിപ്പെൻഡിങ് ഓൺ ദ ലിസ്റ്റ് ഇൻ വിച്ച് ഫിഗേഴ്സ് എ മാറ്റർ ഇറ്റ് വുഡ് ബിക്കം ദ സബ്ജക്റ്റ് ഫോർ സെൻട്രൽ ലോ ഓർ സ്റ്റേറ്റ് ലോ. അപ്പം അതും സിമ്പിളാണ്. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഗീവ്സ് ലോ മേക്കിംഗ് പവേഴ്സ് to the central and the state government in this manner. Indian constitution has 3 lists: central list, state list, joint list or concurrent list. Depending on the list in which it figures a matter would become the subject for central law or state law. അപ്പം ആ ഒരു ഫസ്റ്റത്തെ ലൈൻ പറഞ്ഞാൽ ഡിപ്പെൻഡിങ് ഓൺ ദ ലിസ്റ്റ് ഇൻ വിച്ച് ഇറ്റ് ഫിഗേഴ്സ് എ മാറ്റർ. അതായത് ഏത് ലിസ്റ്റിലാണോ, ഇപ്പോൾ ഈ പറഞ്ഞ 3 ലിസ്റ്റുകളിൽ ഏത് ലിസ്റ്റിലാണോ ഒരു മാറ്റർ പെടുന്നത്, ഇറ്റ് ഫിഗേഴ്സ് എ മാറ്റർ. ഇറ്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫിഗർ ചെയ്യും ഒരു മാറ്റർ ഏത് ലിസ്റ്റിലാണോ വരേണ്ടത്. അപ്പോൾ ഇറ്റ് വുഡ് ബിക്കം ദ സബ്ജക്റ്റ് ഫോർ ദ സെൻട്രൽ ലോ ഓർ സ്റ്റേറ്റ് ലോ. അങ്ങനെ അത് സെൻട്രൽ ലോക്ക് വിധേയമാവുന്ന ഒരു സബ്ജക്റ്റായി മാറും, അല്ലെങ്കിൽ സ്റ്റേറ്റ് ലോക്ക് വിധേയമാകുന്ന ഒരു സബ്ജക്റ്റ് ആവും. അപ്പോൾ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ലോയിൽ പെട്ടതാണ്. അതേപോലെ തന്നെ ഈ ഇൻകം ടാക്സ് ഉണ്ടല്ലോ, ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ മൊത്തം സെൻട്രലിൻ്റെ വിഷയമാണ്. അപ്പം ഡിപ്പെൻഡിങ് ഓൺ ദ ലിസ്റ്റ് ഇൻ വിച്ച് ഇറ്റ് ഫിഗേഴ്സ് എ മാറ്റർ വുഡ് ബിക്കം ദ സബ്ജക്റ്റ് ഫോർ സെൻട്രൽ ലോ ഓർ സ്റ്റേറ്റ് ലോ. അപ്പം സെൻട്രൽ ലോ ആണ് എപ്പോഴും ഇൻകം ടാക്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞാൽ ഡിപ്പെൻഡിങ് ഓൺ ദ ലിസ്റ്റ് ഇൻ വിച്ച് ഇറ്റ് ഫിഗേഴ്സ് എ മാറ്റർ വുഡ് ബിക്കം ദ സബ്ജക്റ്റ് ഫോർ സെൻട്രൽ ലോ ഓർ സ്റ്റേറ്റ് ലോ. ഇത് ഞാൻ കാണണ്ട പറഞ്ഞത്. സോ യു ഓൾസോ ട്രൈഡ് ഔട്ട്. ഇനി അതിനുശേഷം ഒരു പോയിന്റും കൂടെ ഉണ്ട്. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഉണ്ട്. അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആക്ട് അല്ല, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞിട്ട് 1935, അതായത് ബിഫോർ ദ ഇൻഡിപെൻഡൻസ്, ബിഫോർ വി ഗെറ്റ് ഇൻഡിപെൻഡൻസ് 1935 പാസ്ഡ് ബൈ ദ പാർലമെൻറ്റ്.
അപ്പം ഇതൊരു ആക്റ്റാണ്, ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ബ്രിട്ടീഷുകാർ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ 1950 മാറ്റിയില്ലേ, അതിന് മുമ്പ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ 1950 വേറെ മറ്റൊരു പഴയ പേരായിരുന്നു ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935, പാസ്ഡ് ബൈ ദ പാർലമെൻറ്റ് ഓഫ് ദ യുണൈറ്റഡ് കിങ്ഡം. ഇതാരാണ് പാസ് ചെയ്തത്? ഇത് പാസ് ചെയ്തത് പാർലമെൻറ്റ് ഓഫ് യുണൈറ്റഡ് കിങ്ഡം ആണ്. UK പാർലമെൻറ്റ് പാസ് ചെയ്തിട്ടുള്ള എന്നാണ് ഈസ് ദ പ്രീകേഴ്സർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. സോ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ പ്രീകേഴ്സറാണ്. പ്രീകേഴ്സർ എന്ന് പറഞ്ഞാൽ മുന്നത്തെ ഒരു പേരാണ്, അല്ലെങ്കിൽ മുന്നത്തെ ഒരു ഒരു പ്രീകേഴ്സറാണ്. മുന്നോടി എന്നൊക്കെ പറയില്ലേ, പ്രീകേഴ്സർ എന്ന് പറഞ്ഞാൽ മുൻഗാമി, പൂർവഗാമി എന്നൊക്കെയാണ് ഈ ഗൂഗിൾ അമ്മാവൻ പറയുന്നത്. ലെറ്റ് ഇറ്റ് ബി. അതെ. അപ്പോൾ എന്താണ് പ്രീകേഴ്സർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇനി എക്സാമ്പിൾ നോക്കിയേ. അപ്പോൾ അതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യണോ? ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് പറയുന്നതാണ് എന്ത്? പാസ്ഡ് ബൈ ദ പാർലമെൻറ്റ് ഓഫ് ദ യുണൈറ്റഡ് കിങ്ഡം ഈസ് ദ പ്രീകേഴ്സർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഈസ് ദ പ്രീകേഴ്സർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു മുന്നത്തെ പേരായിരുന്നു. ഓക്കെ. ഇനി എക്സാമ്പിൾ ഇൻകം ടാക്സ് 1961. ഇൻകം ടാക്സിൻ്റെ എപ്പോഴാണ് ഇൻകം ടാക്സ് ആക്ട് വന്നത്? 1961 വന്നത്. ഈസ് എ സെൻട്രൽ സബ്ജക്റ്റ്. ഇൻകം ടാക്സ് എന്ന് പറഞ്ഞത് ഒരു സെൻട്രൽ ഗവൺമെൻറ് സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ സോ ത്രൂ ഔട്ട് ഇന്ത്യ വി ഹാവ് ഓൺലി വൺ ലോ ഫോർ ഇൻകം ടാക്സ്. സോ ത്രൂ ഔട്ട് ഇന്ത്യ വി ഓൺലി ഹാവ് വൺ ലോ for income tax which is implemented by the central government through the Ministry of Finance. So Ministry of Finance വഴി ഇംപ്ലിമെൻ്റ് ചെയ്തു ആര്? സെൻട്രൽ ഗവൺമെൻറ്. ഇത് എന്ത് സബ്ജക്റ്റ് ആണ്? സെൻട്രൽ സബ്ജക്റ്റ് ആണ്. ആൻഡ് സോ ത്രൂ ഔട്ട് ഇന്ത്യ വി ഹാവ് ഓൺലി വൺ ലോ ഫോർ ദ ഇൻകം ടാക്സ് ആൻഡ് വി ഓൾസോ ഹാവ് മാറ്റേഴ്സ് ഫോർ വിച്ച് both the central as well as the state government can pass laws. So ഇനി വീണ്ടും പറയാണ്, we also have matters for which both central as well as the state government can pass the laws എന്നാണ് പറയുന്നത്. അതായത് ബോത്ത് സെൻട്രലിനുമാകാം അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ചെയ്യാൻ പറ്റുന്ന, ബോത്ത് സെൻട്രൽ ആസ് വെൽ ആസ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ക്യാൻ പാസ് ലോസ് ചെയ്യാൻ പറ്റുന്ന മാറ്റേഴ്സും രണ്ടു പേർക്കും ലോ പാസ് ചെയ്യാൻ പറ്റുന്ന പവർ കൊടുക്കുന്ന മാറ്റേഴ്സും ഉണ്ടെന്ന് വി ഓൾസോ ഹാവ്. ഓക്കെ. ലെവി ഓഫ് സ്റ്റാമ്പ് ഡ്യൂട്ടി ഈസ് സച്ച് ആൻ എക്സാമ്പിൾ. ഒന്നുകൂടി പറയോ? ലെവി ഓഫ് സ്റ്റാമ്പ് ഡ്യൂട്ടി ഈസ് സച്ച് ആൻ എക്സാമ്പിൾ. ലെവി ഓഫ് സ്റ്റാമ്പ് ഡ്യൂട്ടി അതായത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിലൊക്കെ കാണാം. ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചും അതുപോലെ തന്നെ പ്രോമിസറി നോട്ടൊക്കെ ഇല്ലേ, അവർക്കൊക്കെ ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ടായിരിക്കും. അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ട് നമ്മൾ അതിൽ പഠിക്കും കേട്ടോ. അപ്പോൾ ആ സ്റ്റാമ്പ് ഡ്യൂട്ടി ഒക്കെ ആര് ലെവി ചെയ്യുന്നതാണ്? രണ്ട് കൂട്ടരും, സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ൻ്റെ മാറ്ററാണത്. സോ ലെവി ഓഫ് സ്റ്റാമ്പ് ഡ്യൂട്ടി ഈസ് സച്ച് ആൻ എക്സാമ്പിൾ. വെരി നൈസ്. അപ്പോൾ ഒന്നും കൂടി പറയാം അല്ലേ? ഒന്ന് ഫസ്റ്റ് തൊട്ട് റീക്യാപ്പ് ചെയ്യാം, റീവൈൻഡ് ചെയ്യാം നമുക്ക്. അപ്പം പേജ് ഞാൻ മറക്കുന്നില്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റത്തെ പോയിൻ്റ് ആയിരുന്നു it is the basis and sources for all the laws. It is called the mother of all the laws. പിന്നെ the Constitution of India 1950, the Constitution of India Act എന്നൊന്നുമില്ല, just the Constitution of India 1950 is the foremost law that deals with certain framework within which the democracy works എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഇറ്റ് പ്രൊവൈഡ്സ് എന്നാണ് പറഞ്ഞത് അല്ലേ. ഇറ്റ് പ്രൊവൈഡ്സ് ഫണ്ടമെൻ്റൽ, ഇറ്റ് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ. എങ്ങനെ പ്രൊട്ടക്ഷൻ തരുന്നത്? ബൈ ഇറ്റ് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ബൈ giving fundamental rights and fundamental rights അത്രേ ഉള്ളൂ. ബൈ ഗിവിങ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അതുപോലെ തന്നെ ഇറ്റ് ലേസ് ഡൗൺ ദാറ്റ് എന്താ ലേസ് ഡൗൺ ചെയ്തിട്ടുള്ളത്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് ദ ഗവൺമെൻറ് ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. അതിനുശേഷം നമ്മൾ അൾട്ടിമേറ്റ് ലോ മേക്കിംഗ് ബോഡി എന്ന് പറയുന്നത് പാർലമെൻ്റാണ്. ഇന്ത്യ ഈസ് എ പാർലമെൻ്ററി ഡെമോക്രസിയാണ്. വെറും
വെറും ജനാധിപത്യമല്ല ഇന്ത്യക്കുള്ളത്. ഇന്ത്യ ഈസ് എ പാർലമെൻ്ററി ഡെമോക്രസിയാണ്. പാർലമെൻറ്റിലൊക്കെ ഉള്ള ഒരു ഡെമോക്രസിയാണ് ഇന്ത്യ. വി ഇലക്ട് അവർ റിപ്രസെൻറ്റേറ്റീവ്സ് ടു ദ പാർലമെൻറ്റ് ആസ് വെൽ ആസ് ടു ദ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് വേരിയസ് സ്റ്റേറ്റ്സ്. നിയമസഭയിലേക്കും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇലക്റ്റ് ചെയ്യും. ആര്? റിപ്രസെൻറ്റേറ്റീവ്സിനെ ഇലക്ട് ചെയ്യും. വി ഇലക്ട് അവർ റിപ്രസെൻറ്റേറ്റീവ്സ് ടു ദ പാർലമെൻറ്റ് ആസ് വെൽ ആസ് ടു ദ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് വേരിയസ് സ്റ്റേറ്റ്സ്. ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് എന്ന് പറഞ്ഞാൽ നിയമസഭകളാണ്. അത് എല്ലാ സ്റ്റേറ്റുകളിലും ഉണ്ടായിരിക്കും. അവിടേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അവർ റിപ്രസെൻറ്റേറ്റീവ്സിനെ നമ്മൾ എന്ത് ചെയ്യും, എലക്ട് ചെയ്യും. After 18 years, അല്ലെങ്കിൽ when you are 18 years you have the voting power, right? So you can vote and elect your representatives to the parliament as well as to the legislative assemblies of various states. Okay, പാർലമെൻറ്റിലോട്ടും ആസ് വെൽ ആസ് ടു ദ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് വാരിയസ് സ്റ്റേറ്റ്സിലോട്ടും നമുക്ക് ഇലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദീസ് റിപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ പീപ്പിൾ മേക്ക് ലോസ് ഇൻ ദ പാർലമെൻറ്റ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ വി ഇലക്ട് അവർ റിപ്രസെൻറ്റേറ്റീവ്സിന്, അതേ റിപ്രസെൻറ്റേറ്റീവ്സ്, ദീസ് റിപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് പീപ്പിൾ മേക്ക് ലോസ് ഇൻ പാർലമെൻറ്റ്, ഓഫ് ദ പീപ്പിൾ മേക്ക് ലോസ് ഇൻ പാർലമെൻറ്റ്. അപ്പം ഇവരാണ് ലോ ഉണ്ടാക്കുക, മേക്ക് ലോസ് ഇൻ ദ പാർലമെൻറ്റ് ഓർ ഇൻ ദയർ സ്റ്റേറ്റ് അസംബ്ലീസ് ആസ് ദ കേസ് മേ ബി. അല്ലെങ്കിൽ അവർ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിൽ, അതായത് നിയമസഭേനെയാണ് സ്റ്റേറ്റ് അസംബ്ലീസ് എന്ന് പറയുക. അപ്പോൾ ഇൻ ദയർ സ്റ്റേറ്റ് അസംബ്ലീസിൽ ഈ റിപ്രസെൻറ്റേറ്റീവ്സ് ആണ് മേക്ക് ലോസ് ഇൻ ദ പാർലമെൻറ്റ് ഓർ ഇൻ ദയർ സ്റ്റേറ്റ് അസംബ്ലീസ് ആസ് ദ കേസ് മേ ബി. എങ്ങനെയാണോ വേണ്ടത്, എപ്പോഴാണോ ലോ മേക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നത്, അപ്പോൾ പാർലമെൻറ്റിലോ അല്ലെങ്കിൽ ഈ നിയമസഭയായ സ്റ്റേറ്റ് അസംബ്ലീസിലോ ഒക്കെ ഈ റിപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് പീപ്പിളാണ് ലോ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ എവിടെ നിന്നാണ് ലോ ഉണ്ടാവണേ എന്നുള്ളത്? ദ മെയിൻ സോഴ്സസ് ഓഫ് ലോ ഇൻ ഇന്ത്യയിലെ രണ്ടാമത്തെ സോഴ്സാണ് പാർലമെൻറ്റ്. പാർലമെൻറ്റ് ഇസ് ദ അൾട്ടിമേറ്റ് ലോ മേക്കിംഗ് ബോഡി ഇൻ ഇന്ത്യ ആൻഡ് ഇന്ത്യ ഈസ് എ പാർലമെൻ്ററി ഡെമോക്രസിയാണ്. പാർലമെൻ്ററി ആയിട്ടുള്ള ജനാധിപത്യമാണ് ഇന്ത്യക്കുള്ളത്. സോ ദ ലോസ് പാസ്ഡ് ബൈ ദ പാർലമെൻറ്റ് മേ അപ്ലൈ ത്രൂ ഔട്ട് ഓൾ ഓർ എ പോർഷൻ ഓഫ് ഇന്ത്യ. അതായത് ലോസ് പാസ്ഡ് ബൈ ദ പാർലമെൻറ്റ്, പാർലമെൻറ്റിൽ നമ്മളെ റിപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടാവുമല്ലോ, നമ്മൾ തിരഞ്ഞെടുത്ത നമ്മളെ റിപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് പീപ്പിൾ മേക്ക് ചെയ്യുന്ന ലോസ്, പാസ് ചെയ്യുന്ന ഇതാണല്ലോ, അത് ഈ ലോകളൊക്കെ അപ്ലൈ ചെയ്യുക എവിടെയാണ്? ഒന്നില്ലെങ്കിൽ ത്രൂ ഔട്ട് ഇന്ത്യയിൽ അപ്ലൈ ചെയ്യും, ത്രൂ ഔട്ട് ഓൾ ഓർ എ പോർഷൻ ഓഫ് ഇന്ത്യ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പോർഷൻ ഓഫ് ഇന്ത്യയിൽ മാത്രമേ അത് അപ്ലൈഡ് ആവുള്ളൂ. അതായത് അത് പാലിച്ചിട്ടൊക്കെ ആൾക്കാർ ഫോളോ ചെയ്യുള്ളൂ. ദ ലോസ് പാസ്ഡ് ബൈ ദ പാർലമെൻറ്റ് മേ അപ്ലൈ ത്രൂ ഔട്ട് ഓൾ ഓർ എ പോർഷൻ ഓഫ് ഇന്ത്യ. So various the laws passed by the at the same time the laws passed by the state legislatures and apply only within the borders of the states concerned. So various the laws passed by the state assemblies apply only within the borders of the states concerned. അതായത് ലോസ് പാസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ്സ് ഉണ്ടല്ലോ, അതായത് നിയമസഭ ഒക്കെ പാസ് ചെയ്ത ലോസ് അപ്ലൈ ഓൺലി വിത്തിൻ ദ, അപ്ലൈ എന്നുള്ള ഈ ഒരു വൊക്കാബുലറിയാണ് ഇവിടെ മെയിനായിട്ട് പഠിക്കേണ്ടത്. അപ്ലൈ ഓൺലി വിത്തിൻ ദ ബോർഡേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ്സ് കൺസേൺ. അതായത് ബോർഡേഴ്സിൽ മാത്രമേ, അതായത് സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ മാത്രമേ അത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, so once again repeat after me. These representatives of the state of the people these representatives of the people makes laws in the parliament or in their state assemblies as the case may be. എന്നിട്ട് പറഞ്ഞു the laws passed by the parliament may apply throughout or a portion of India, whereas the laws passed by the state assemblies apply only within the borders of the state concerned. ഇതൊക്കെ ഞാൻ കാണാണ്ട് ഇപ്പോൾ തന്നെ പറഞ്ഞത്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യൂ, ട്രൈ അഗെയിൻ ആൻഡ് അഗെയിൻ, ഫീൽ അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് വീണ്ടും ട്രൈ, ദെൻ ഓക്കെ ആവും. ഇനി നമ്മൾ തേർഡ് ആയിട്ടുള്ള മെയിൻ സോഴ്സസ് ഓഫ് ലോ എന്ന് പറയുന്നത് കസ്റ്റം ഓർ യൂസേജ് ആണ്. അതായത് പണ്ടനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുന്ന വെൻ ദർ ഇസ് കൺഫ്യൂഷൻ ഇൻ എനി ആക്ട് കസ്റ്റംസ് ഓർ യൂസേജ് ക്യാൻ ബി റെഫേർഡ്. അതായത് എന്തെങ്കിലും ഒരു ആക്റ്റിൽ നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കസ്റ്റംസ് ഓർ യൂസേജ് നമുക്ക് നോക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ വന്നു, ഇപ്പോൾ ട്രാഫിക് ലൈറ്റ് റെഡ് കത്തുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണമല്ലോ, അപ്പോൾ അതാണ് നിയമം, ശരിക്കുള്ള നിയമം അതാണ്. അപ്പോൾ എനിക്ക് ഡൗട്ട് വരികയാണ്, ഇതിങ്ങനെ ബുക്കിൽ എഴുതി വെച്ചിട്ടുള്ളതല്ലേ എന്ന് എനിക്ക് ഡൗട്ട് വന്നു, അത് ശരിക്കും ആൾക്കാർ ഫോളോ ചെയ്യേണ്ടോ എന്ന് നോക്കിയാൽ മതി. സോ വെൻ ദർ ഇസ് കൺഫ്യൂഷൻ ഇൻ എനി ആക്ട് കസ്റ്റംസ് ഓർ യൂസേജ് ക്യാൻ ബി റെഫേർഡ്. നമുക്കൊരു ആക്റ്റിൽ കൺഫ്യൂഷൻ വന്നു, അപ്പോൾ നമുക്ക് പൊതുവെ ആൾക്കാർ ചെയ്യുന്നത് നോക്കിയാൽ മതി, കസ്റ്റംസ് ഓർ യൂസേജ് ക്യാൻ ബി റെഫേർഡ്. ഇനി അങ്ങനെയും എന്തുണ്ട് ലോ വരുന്നുണ്ട്. ഇനി ഇത് ആക്ഷൻ ആണല്ലോ മെയിനായിട്ട്, ഇപ്പോൾ കുറേ എഴുതി വെച്ചത് കുറേ പറയുന്നതിലോ ഉള്ള കാര്യം ആക്ഷൻ സ്പീക്ക് ബെറ്റർ ദാൻ വേർഡ്സ് എന്നല്ലേ. അപ്പോൾ അതുപോലെ പണ്ടനെ എന്താണോ തുടർന്ന് വരുന്നത് അതിലേക്കാണ് കുട്ടികളാകുമ്പോൾ നമ്മൾ നോക്കാൻ കിടല്ലേ, നമ്മൾ ഈ ആക്റ്റിലേക്കൊന്നും നോക്കൂലല്ലോ, എന്താണ് ആൾക്കാർ ചെയ്യണതെന്നല്ലേ നമ്മൾ നോക്കുക.
ഓക്കെ, ഇപ്പോൾ നമ്മളെപ്പോഴും സീബ്ര ലൈനിൻ്റെ അവിടെ നിന്നാണ് ക്രോസ് ചെയ്യേണ്ടത്. ഇപ്പോൾ സീബ്ര ലൈനിൻ്റെ അവിടെ നിന്ന് നമ്മൾ ക്രോസ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയാൽ ഒരു ഫിക്സ്ഡ് എമൗണ്ട് നമുക്ക് അപ്പുറത്തെ പാർട്ടിയുടെ വീഴ്ച കൊണ്ടാണ് നമുക്കങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയെന്നുണ്ടെങ്കിൽ അവരെ കയ്യിൽ നിന്ന് പെനാൽറ്റി ആയിട്ട് നമുക്ക് ഒരു ഫിക്സ്ഡ് എമൗണ്ട് കിട്ടും. അവിടെ വെച്ചിട്ടാണ് ആക്സിഡൻറ്റ് വന്നതെന്നുണ്ടെങ്കിൽ മറ്റൊരു ഭാഗത്താണ്, അതർ പാർട്ടിയുടെ ഭാഗത്താണ് ഫോൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റേറ്റഡ് എമൗണ്ട് കിട്ടും. ഇനി കേസ് ലോ അല്ലെങ്കിൽ കോമൺ ലോ, കോടതി തീരുമാനങ്ങൾ, അതാണ് ഫേമസ് കോർട്ട് കേസസ്. ഫേമസ് കോർട്ട് കേസസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ആസ് റെഫറൻസ് ഫോർ സ്റ്റഡിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ ലോ. അപ്പം ഈ കോമൺ ലോ എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള കോർട്ട് കേസസ് ആണ്. അത് നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? വിച്ച് ക്യാൻ ബി യൂസ്ഡ് ആസ് റെഫറൻസ് ഫോർ സ്റ്റഡിങ്ങിന് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, പണ്ടനെ ഒരു ക്രൈം നടന്നപ്പോൾ അതേ ജഡ്ജ്മെൻറ്റ് തന്നെ വീണ്ടും വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വരികയാണ്. ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ ലോ, അപ്പം ലോനെ മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടിയിട്ട് ഈ ഫേമസ് കോർട്ട് കേസസ് എപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതിനെ ജുഡീഷ്യൽ പ്രസിഡൻസ് എന്ന് പറയും. അതാണ് കോടതി തീരുമാനങ്ങളാണ്. അപ്പം പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഫെൽറ്റ് ഹൗസ് വേഴ്സസ് ബിൻലി, സ്റ്റേറ്റ് ഗുജറാത്ത് വേഴ്സസ് രാംലാൽ, ബാൽഫർ വേഴ്സസ് ബാൽഫർ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കാനായിട്ട് കുറേ ഇങ്ങനത്തെ കേസുകൾ, ഫേമസ് കോർട്ട് കേസുകൾ, കേസ് ലോകൾ നമുക്ക് തരും. which can be used as reference for studying and interpreting the law. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞാൽ ഫേമസ് കോർട്ട് കേസസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ആസ് റെഫറൻസ് ഫോർ സ്റ്റഡിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ ലോ. അപ്പോൾ ഇത്രേ ഉള്ളൂ എന്ത് ദ സോഴ്സസ് ഓഫ് ലോ ഇൻ ഇന്ത്യ. സോ വിച്ച് ആർ ദ മെയിൻ സോഴ്സസ് ഓഫ് ലോ ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ മെയിൻ സോഴ്സസ് ഇത്രയേ ഉള്ളൂ, 4 കോൺസ്റ്റിറ്റ്യൂഷൻ, പാർലമെൻറ്റ്, കസ്റ്റംസ് ഓർ യൂസേജ്, കേസ് ലോസ്. കേസ് ലോ ഇസ് ദ കോമൺ ലോ ദാറ്റ് വി ഓൾറെഡി ഡിസ്കസ്ഡ് ഡീറ്റെയിലി. നമ്മൾ ആ ഒരു ടൈപ്സ് ഓഫ് ലോകളുടെ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. ലോസ് ഇൻ ദ ഇന്ത്യൻ ലീഗൽ സിസ്റ്റം കുഡ് ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ആസ് ഫോളോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ടൈപ്സ് ഓഫ് ലോ പഠിച്ചില്ലേ. അതിൽ കോമൺ ലോ എന്ന് പറയുന്നതാണ് കേസ് ലോ. ഇവിടെ പറഞ്ഞ ഈ ഫേമസ് കോർട്ട് കേസസ് അത് തന്നെയാണ്. അപ്പം കസ്റ്റംസ് ഓർ യൂസേജ് എന്ന് പറഞ്ഞാൽ വെൻ ദർ ഇസ് എ കൺഫ്യൂഷൻ ഇൻ എനി ആക്ട്, കസ്റ്റംസ് ഓർ യൂസേജ് ക്യാൻ ബി റെഫേർഡ്. സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. എനിക്ക് 30K സബ്സ്ക്രൈബേഴ്സ് വേണം എന്നുള്ളത് എൻ്റെ ഒരു ഭയങ്കര വലിയ ആഗ്രഹം. അപ്പോൾ എല്ലാവരും ഒന്ന് കോപ്പറേറ്റ് ചെയ്യണേ.